അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വൽ-ആഖിബത്തു ലിൽ-മുത്തഖീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി കല്ലത ഖൈലതി അദ്രികിനി യാ റസൂലല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, വാത്സല്യനിധികളായ മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസമാണ് നമ്മളിലേക്ക് സമാഗതമാകുന്നത്. ഒരുപാട് പവിത്രത നിറഞ്ഞ മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ മാസത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മളിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒരുപാട് മാസങ്ങളോളമായി റമളാനിൻ്റെ മുമ്പ് ചെയ്തതാണ് നമ്മൾ വീഡിയോസ്. ഒരുപാട് 2-3-4 മാസങ്ങളോളം നമ്മൾ വീഡിയോസ് ചെയ്തിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് തിരക്കുകൾ കാരണം വീഡിയോസ് ഒന്നും ചെയ്യാൻ സമയം കിട്ടാറില്ല. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. പലരും വിദേശത്ത് നിന്നാണ് വിളിച്ചിട്ടുള്ളത്. ജോലി സംബന്ധമായ പ്രയാസങ്ങളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ വിസ മാറ്റി പോവാൻ വേണ്ടി, നല്ലൊരു വിസ കിട്ടുവാൻ വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചെയ്യുന്ന ജോലിയിൽ ഖൈറും ബർക്കത്തും ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നാട്ടിലുള്ളവരും, ബിസിനസ് ചെയ്യുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, വാഹനം ഓടിക്കുന്നവർ, കൃഷി ചെയ്യുന്നവർ, അങ്ങനെ പലരും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഭയങ്കര പ്രയാസത്തിൽ രോഗങ്ങളിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവിടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. എൻ്റെ ഒരു സുഹൃത്ത്, എന്നെ ഒരുപാട് സഹായിച്ചിരുന്ന ഒരു സഹോദരൻ, എൻ്റെ ഉപ്പാൻ്റെ പ്രായമുള്ള ഒരു സഹോദരനാണ്. അബു കാക്ക എന്ന് പറയും. അദ്ദേഹത്തിന് കാലിൻ്റെ ശരീരത്തിന് സ്റ്റോക്ക് വന്ന് പ്രയാസത്തിലായിരുന്നു. അതെല്ലാം സുഖമായി. കാലിൻ്റെ അടിയിലൊരു മുഴയുണ്ടായി, അത് കീറി നടക്കാൻ കഴിയാത്ത വിഷമത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ കിഡ്നി സംബന്ധമായിരിക്കുന്ന പ്രയാസത്തിൽ അകപ്പെട്ട ഒരു സഹോദരി ഡയാലിസിസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ആ സഹോദരിയുടെ വീഡിയോസ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല ആ സഹോദരിയുടെ രോഗം അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. അതുപോലെ പലരും പല രോഗങ്ങളെ കൊണ്ട്, ചെറുതും വലുതുമായിരിക്കുന്ന നിസാരമായ രോഗങ്ങളെ കൊണ്ട് പോലും പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫാ നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ,
അതുപോലെ വിവാഹപ്രായമെത്തിയ യുവതികൾ യുവാക്കന്മാർ അവർക്ക് അനുയോജ്യമായ ഇണകളെ അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹത്തായ മക്കൾ അള്ളാഹു നൽകുമാറാവട്ടെ. അതുപോലെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അവരൊക്കെ കടങ്ങൾ വീട്ടുവാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതിനുള്ള സമ്പത്ത് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്ന ഒരു ചെറിയ ദിക്റാണ്. ഈ ദിക്ർ നമ്മൾ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇസ്ലാമിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ദിക്റുകളിൽ ഒന്നാണ് ഈ ദിക്ർ. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം. ഈ ദിക്ർ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും പ്രിയപ്പെട്ട വാക്കാണ് എന്നാണ് മഹാന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ദിക്റുകൾ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദിക്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സൂര്യൻ ഉദിക്കുന്ന എല്ലാത്തിനേക്കാളും എനിക്ക് പ്രിയപ്പെട്ടത് ഈ വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം എന്ന ദിക്റാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുപോലെ പാപമോചനം ഇത് നമ്മളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ ഇത് വളരെ ഉത്തമമാണ്. ഇത് ചൊല്ലുന്നവൻ്റെ പാപങ്ങൾ കടലിലെ നുരകളെക്കാളും ഉള്ള തിരമാല, അതിൻ്റെ നുരയുണ്ടല്ലോ, അതുപോലും അത്രത്തോളം ഉണ്ടെങ്കിലും അവൻ്റെ ദോഷങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്, പുറത്തു നൽകുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളുടെ പാപങ്ങൾ കടലിലെ നുരയേക്കാൾ കൂടുതലാണെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടുമെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പ്രത്യേക ഒരു വാതിൽ നമുക്ക് തുറക്കപ്പെടും. സ്വർഗത്തിലെ ഒരു പ്രത്യേക വാതിലൂടെ നമുക്ക് പ്രവേശിക്കാൻ. എന്താണ്? നമുക്ക് അന്ത്യനാളിലെ അവസാന നാളിൽ, ഖിയാമത്ത് നാളിൽ പ്രത്യേക വാതിലൂടെ നമുക്കെന്താണ് കടന്നു പോകാൻ സാധിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സ്വർഗത്തിലെ ഒരു പ്രത്യേക വാതിലൂടെ പ്രവേശിക്കാൻ ഇത് കാരണമാകും. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അവനിക്ക് കാരണമാകും. ഏറ്റവും മികച്ച സംസാരമുണ്ടല്ലോ, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മികച്ചത് ഈ 4 വാക്യങ്ങളാണെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ടെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഏറ്റവും മികച്ച സംസാരം അത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഈ 4 വാക്കുകളാണ്. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അളീം. ഈ ദിക്റാണെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും മികച്ചത് ഈ 4 വാക്കുകളാണ് ഹദീസുകളിൽ വന്നിട്ടുണ്ടെന്ന്
മഹാന്മാർ നമുക്ക് രേഖപ്പെടുത്തി തരുന്നുണ്ട്, പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ ആത്മീയ സംരക്ഷണം, ഇത് പതിവാക്കുന്നവന് അന്ത്യനാളിൽ വിചാരണ വേളയിൽ സംരക്ഷണം നൽകുമെന്ന് പറയപ്പെടുന്നു. മഹാന്മാർ പറയാണ്, ഈ ദിക്ർ നമ്മൾ ചൊല്ലിയാൽ, പതിവാക്കിയാൽ, ഈ ദിക്ർ നമ്മൾ മുടങ്ങാതെ പതിവാക്കി പോന്നാൽ അന്ത്യനാളിൽ വിചാരണ വേളയിൽ പോലും നമുക്ക് സംരക്ഷണം നൽകുന്നതാണെന്ന് മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ദിവസവും നമ്മൾ ഈ ദിക്ർ പരമാവധി അധികരിപ്പിക്കുക. ചുരുങ്ങിയത് 100 തവണയെങ്കിലും ഈ ദിക്ർ നമ്മൾ ചൊല്ലുക, അല്ലെങ്കിൽ 33 തവണയെങ്കിലും നമ്മൾ ഇത് പതിവാക്കി കൊണ്ടുപോരുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല ഈ ദിക്റുകൾ ചൊല്ലാനും അതുപോലെ നല്ലത് കേൾക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അല്ലാഹു സാലിഹത്തായ അമാലുകളുടെ കൂട്ടത്തിൽ ചേർത്തി തരുമാറാവട്ടെ. ഈ ദിക്ർ എല്ലാവരും പരമാവധി ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ 100 തവണ ചൊല്ലാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ 33 തവണ ചൊല്ലാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ചൊല്ലുന്നവർക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ടെന്ന് മഹാന്മാരും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അതുപോലെ നമ്മളുടെ മുൻഗാമികളായിരിക്കുന്ന ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ ഞാനും നിങ്ങളും ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ പൂർത്തീകരിച്ച് തരുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് പ്രയാസങ്ങൾ അകപ്പെട്ട് കിടക്കുന്നവരുണ്ട്. ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അവനിക്ക് അല്ലാഹു സംരക്ഷണവും അവനിക്ക് വിജയവും അല്ലാഹു നൽകുമാറാവട്ടെ. നല്ല നീയത്തോടു കൂടി ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുക. അതുപോലെ ഇനി നല്ലത് പറയാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും.